നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പ്രകാരം ശിവക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അത് നിറയുന്നതാണ്. അതിലുപരി ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് ശ്രേഷ്ഠമായിട്ടുള്ള ജോലി കൈവരാനും സമ്പൽ സമൃദ്ധിയുടെ നഷ്ടങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു സന്ദർഭം മാറി എത്രയും പെട്ടെന്ന് സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചേരാനും ഗുണപ്രദമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധ്യമാകാനും അതിലുപരി കുഞ്ഞുങ്ങൾക്ക് പഠന വൈകല്യം, പഠനത്തിൽ ശ്രദ്ധയില്ലാതെ അലസത അനുഭവിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും മറികടക്കാനും പഠന പുരോഗതിക്ക് ശ്രേഷ്ഠമാണ്. കുടുംബത്തിൽ സന്തോഷത്തോടു കൂടിയിട്ടുള്ള സാഹചര്യം വരാനും ദാമ്പത്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അകലാനും എല്ലാത്തിനും ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഈ പറയുന്ന പ്രകാരം വഴിപാട് സമർപ്പിക്കുക. അത്രയേറെ ഭാഗ്യം വന്നു ചേരുകയും ശിവഭഗവാന്റെ ആ ചൈതന്യം, ആ ഒരു നിഴൽ എപ്പോഴും നിങ്ങളുടെ കൂടെയും ഭവനത്തിലും ഉണ്ടാവുന്നതാണ്. അത്രയേറെ ഭാഗ്യം വന്നു ചേരുക. മാത്രമല്ല ശത്രുക്കളാൽ വളരെ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് പിന്നീട് ശത്രുക്കൾക്ക് തന്നെ ദോഷം വരുന്ന സമയഘട്ടങ്ങളായിരിക്കുന്നതാണ്. അത്രയേറെ പ്രാധാന്യമുള്ള, അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടാണ്. ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് തരണം ചെയ്യാനുള്ള ആ ഒരു സമയവും ശ്രേഷ്ഠമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ഈ പറയുന്ന ശിവക്ഷേത്രത്തിൽ 21 തിങ്കളാഴ്ചകളിൽ ജലധാര സമർപ്പിക്കുക. മുടങ്ങാതെ 21 തിങ്കളാഴ്ച ശ്രേഷ്ഠമായിട്ടും പ്രാർത്ഥനയോടുകൂടി വിശ്വാസപ്രകാരം സമർപ്പിക്കുകയാണെങ്കിൽ ശിവഭഗവാന്റെ ആ ഒരു ശക്തി, ആ ഒരു ബലം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സർവൈശ്വര്യവും അനുഭവിക്കുകയും ഒരുപാട് തടസ്സങ്ങളിൽ നിന്നും ഒരുപാട് വിഷമങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്ത് മനക്കരുത്തോടുകൂടി അതിശക്തിയോടുകൂടി ആ ഒരു ഊർജത്തോടു കൂടിയിട്ടുള്ള ദിനംപ്രതി വർദ്ധിക്കുകയും ഓരോ പ്രാവശ്യം വഴിപാട് സമർപ്പിക്കുന്നത് പ്രകാരം അത്രയേറെ ഭാഗ്യം വന്നു ചേരുകയും ഒരു മനോധൈര്യം ഉണ്ടാവുകയും ഇനിയെല്ലാം നേടിയെടുക്കണം, ഇനിയുള്ള ജീവിതം സന്തോഷപ്രദമാകണം, അതുപോലെ നല്ല നല്ല ചിന്തകൾ മനസ്സിൽ വരികയും ആ പഴയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളോ ഇനി ഉണ്ടാവുകയില്ല. മനസ്സും തന്നെ വെളിച്ചം വയ്ക്കുന്നതാണ്. നല്ല നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും ഗുണപ്രദമായിട്ടുള്ള സമയങ്ങളായിരിക്കുന്നതാണ്. അത്രയേറെ ഭാഗ്യം ശിവഭഗവാന്റെ ചൈതന്യം ഭവനത്തിലും ആ വഴിപാട് സമർപ്പിക്കുന്ന ആ വ്യക്തികൾക്കും ജീവിതം മുഴുവനും സന്തോഷപ്രദമാകുന്നതാണ്. അത്രയേറെ ഭാഗ്യത്തിൻ്റെ സമയങ്ങളായിരിക്കുന്നതാണ്. 21 തവണ തടസ്സമില്ലാണ്ട് ആ വ്യക്തിക്ക് മാത്രം പോവാൻ സാധിച്ചില്ല എങ്കിലും ആ മറ്റാരെങ്കിലും ഈ പ്രകാരം ആ വഴിപാട് സമർപ്പിക്കുക. ആ പേരും നക്ഷത്രം പറഞ്ഞുകൊണ്ട് തടസ്സമില്ലാതെ മുടങ്ങാതെ എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന പ്രകാരം തിങ്കളാഴ്ചകളിൽ സമർപ്പിക്കുക. എല്ലാം ശുഭകരമായിട്ട് നടക്കും. ദോഷങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെ ജോലി ലഭിച്ചില്ല എന്നുള്ള സങ്കടം ഉണ്ടാവില്ല. അതുപോലെ ധനപരമായിട്ടുള്ള വർധനവ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പരാതികളൊന്നും ഉണ്ടാവില്ല. ശ്രേഷ്ഠമായിട്ട് ധനവർദ്ധനവ്, ആഗ്രഹിക്കുന്ന ജോലി, അതുപോലെ ബിസിനസ്സിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ധനം വർദ്ധിക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനും അതുപോലെ ഭവനമില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഭവനം ഉണ്ടാവാനും അതിശ്രേഷ്ഠമായിട്ടും കുടുംബജീവിതമായിട്ട് സൗഖ്യത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും ഗുണപ്രദമായിരിക്കും ശിവക്ഷേത്ര ദർശനം. ഓം നമഃ ശിവായ.